ദൈവമക്കളായ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. ക്രിസ്ത്യൻ എലീറ്റ് പ്ലാറ്റ്ഫോമിൽ ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ 102ാമത് എപ്പിസോഡിലേക്ക് കടക്കുന്നു. ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം ഹോശേയ പ്രവചനം 2-ാം അധ്യായം 14, 15, 16 വാക്യങ്ങളെ ആധാരമാക്കിയിട്ടുള്ളതാണ്. വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും കൊടുക്കും. തുടരുന്നു: അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല, ഈശി ഭർത്താവേ എന്ന് വിളിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് ഈ വാക്യങ്ങളുടെ ഒരു വിശദീകരണമാണ്. സ്തോത്രം. ചോദ്യകർത്താവ് ഏതെങ്കിലും ബൈബിൾ കോളേജ് പോയി ചേരണം. ഇത് പഠിപ്പിക്കുന്നേ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ എടുത്തിട്ട് ആൻസർ പറയാൻ കഴിയുന്ന അത്ര ലഘുവായ ഒരു ചോദ്യമല്ലിത്. അപ്പം നമ്മൾ പഠിപ്പിക്കുന്ന സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ജോയിൻ ചെയ്താൽ മതി, ഡീറ്റെയിൽഡ് പഠിക്കാൻ കഴിയും. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇതിൻ്റെ ചോദ്യത്തിൽ നിന്ന് ഒഴിവാകുകയല്ല, ഉത്തരം നമ്മുടെ ലിമിറ്റഡ് ടൈമിൽ പറയാനൊന്ന് ശ്രമിക്കാം. ഇത് 750 BC നടക്കുന്ന പ്രവചനമാണ്. ഹോശേയ എന്ന പ്രവാചകൻ 750 BC ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത് ദൈവത്തിന് അവനെ നശിപ്പിക്കുക അല്ലാതെ വേറൊരു മാർഗവും ഇനിയില്ല അവസ്ഥയിലെത്തി. ഇവർ ഇസ്രായേൽ ദേശത്ത് വരുന്നതിന് മുമ്പ്, ഇവർ കനാൻ ദേശത്തിന് വരുന്നതിന് മുമ്പ് കനാൻ ദേശത്ത് താമസിച്ച ആളുകളുണ്ട്. അവരെ ആ ദേശത്ത് ദൈവം നീക്കിക്കളഞ്ഞു. ആ ദൈവനീതിയാ. അത്രയും പാപം ചെയ്താൽ ആ ദേശത്ത് നീക്കിക്കളയണം. ഇവര് കയറി അതേ പാപം ചെയ്തു. അവരെന്ത് പാപം ചെയ്തു അതേ പാപം ഇവരും ചെയ്തു. ഇനി ഇവർക്ക് അതേ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ദൈവം നീതിമാനല്ല. ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ദൈവം 2 പ്രവാചകന്മാർ അവരുടെ ഇടയിൽ അയച്ചു. ഒരു പ്രവാചകൻ ആമോസ് എന്ന, മറ്റേത് ഹോശേയ. ആമോസ് കട്ട് ആൻഡ് ഡ്രൈ ആണ്, പിടിക്കുന്നിടത്ത് വെച്ച് കണ്ടിക്കുന്നവനാ. ഇതുപോലെ ഹാർഡ് ലാംഗ്വേജിൽ പ്രവചിച്ച ഒരു പ്രവാചകൻ വേദപുസ്തകത്തിലില്ല. ഇസ്രായേലി സ്ത്രീകളെ ബാശാൻ പശുക്കളെ നിനക്ക് അയ്യോ കഷ്ടം. ഈ ബാശാൻ പശുക്കളൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പം ഖൗ എന്ന് ഒരു സ്ത്രീയെ വിളിക്കുന്നത് തന്നെ ഈ ബ്രിട്ടനിലെ ആണെങ്കിൽ നമ്മുടെ ടെലിവിഷൻ ലാംഗ്വേജില് ഒരു ഭയങ്കര ഡിറോഗറ്ററി ആയ ടെർമിനോളജിയാണ്. യു ചീക്കി ഖാവ്, ഒരു ഡയലോഗില് ഒരു സ്ത്രീയോട് നമുക്ക് ദേഷ്യം ഉണ്ടായിട്ട് യു ചീക്കി ഖാവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല. എങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യുന്ന അറിയത്തില്ല. അതാണ്. അപ്പം ഈ അത്ര ഹാർഡായ ലാംഗ്വേജിൽ എടാ നീ ഒരെണ്ണം ഗുണം പിടിക്കത്തില്ല, നീ എല്ലാം മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞ് തീർത്ത് കാച്ചുന്ന ഭാഷയായിരുന്നു ആമോസിന്റെ. അതായത് ദൈവം തന്നെ മുടിച്ചു കളയും, മര്യാദയ്ക്ക് തിരിച്ചു വരണമെന്നുള്ളത്. ഇതേ സമയത്ത് ദൈവം കൊണ്ടുവന്ന വേറൊരു പ്രവാചകനാണ് ഹോശേയ. ഹോശേയ എന്ന് പറഞ്ഞാൽ വിലാപമാ, കരച്ചില. ദൈവത്തിന്റെ 2 ഭാവങ്ങൾ, ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ ഖണ്ഡിതവും. ദൈവത്തിന്റെ ഖണ്ഡിതം എന്ന വിഷയത്തിന്റെ എക്സാമ്പിളാണ്, അതിന്റെ എക്സ്പോസിഷനാണ് ആമോസ് പ്രവാചകനെങ്കിൽ, ദൈവത്തിന്റെ ദയ എന്ന വിഷയത്തിന്റെ പ്രകടനമാണ് ഹോശേയ പ്രവാചകൻ. അപ്പം ഹോശേയയുടെ ദൈവം എന്ന് പറയുന്നത്, നീ പോയി പ്രോസ്റ്റിറ്റ്യൂഷൻ കഴിയുന്ന, വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം. Then you should love her. ചുമ്മാ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടു വെച്ചാൽ പറ്റത്തില്ല.
ഉം. ആൻഡ് ദെൻ യു ഷുഡ് ഹാവ് ചിൽഡ്രൻ ഇൻ ഹെർ. ഉം. അവളിൽ നിനക്ക് മക്കളും ഉണ്ടാകണം ഉം. എന്ന് പറഞ്ഞാൽ അവളെ പെർഫെക്റ്റ് വുമണായിട്ട് നീ അക്സെപ്റ്റ് ചെയ്യണം. ഉം. അത് ഇസ്രയേലിനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെയാണ്. താങ്ക് യു. ഇത്രയധികം ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളെ സേവിച്ച് പോയിട്ടും ദൈവം പൂർണ്ണമായി നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളതിൻ്റെ എവിഡൻസാണ്, ഒരു ഷോയാണ്, പിക്ചറാണ്. ടീച്ചറാണല്ലേ. ഉം. അപ്പം ഹോശയ ഉം. ഹോശയ എന്ന വേർഡിന്റെ അർത്ഥം തന്നെ സേവിയർ, രക്ഷകൻ എന്നാണ്. ഉം. അപ്പോൾ ഹോശയ. ഹോശയ പോയി എന്ത് ചെയ്യാൻ? പ്രോസ്റ്റിറ്റ്യൂഷനിൽ കഴിയുന്ന ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ. ഉം. അങ്ങനെ അന്വേഷിച്ച് നടന്ന് ഒരു ബ്രോതലിലെത്തി, ഒരു വ്യഭിചാരശാലയിലെത്തി. ഉം. അവിടെ ചെന്ന് നോക്കിയപ്പം ഒരുത്തിയെ ലൊക്കേറ്റ് ചെയ്തു. അപ്പം ഇവളുടെ റൂമിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ പിന്നെ ഹോട്ടലിൻ്റെ മുമ്പിലാണെങ്കിൽ ഊണിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഈ നല്ലൊരു ബോർഡൊക്കെ വെക്കുമല്ലോ, ഉം. അത് ചിക്കൻ പൊരിച്ചതിൻ്റെയും ഇന്നത്തെ ബിരിയാണിയുടെ സ്പെഷ്യൽ. ഒക്കെ. അപ്പോൾ അത് കണ്ട് ആകർഷിച്ചാൽ കയറാൻ ഉം. എന്ന് പറയുമ്പോൾ ഇവളുടെ നല്ലൊരു പടം അവിടെ വരച്ചു വെച്ചിരിക്കുക. ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ പടം ഇരിക്കുന്നത് കണ്ടു. അപ്പം ഇവളുടെ ഉടമസ്ഥന്മാർ ഏജൻസിൻ്റെ കയ്യിലാണ്, പിമ്പിൻ്റെ കയ്യിലാണ്. ഇവളെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ ഉം. ഓശയുടെ ചെവിക്കുറ്റിക്ക് അടി കൊടുത്ത് അവർ ഓടിക്കും. ഓടിക്കും. ഓടാന്ന് പറയും. കാര്യം ഇവളെ കൊണ്ട് പൈസ ഉണ്ടാക്കുക, അവർ വാരി കൂട്ടുക. അതുപോലെ ആളെ കിട്ടി കഴിഞ്ഞാൽ കുറച്ചൊന്നും പൈസയല്ല അവർ കിട്ടുന്നത്. ഉം. അപ്പം അങ്ങനെയൊന്നും വെച്ചിരിക്കും. അതുപോലെ ആളെന്ന് പറയുമ്പം ഞാൻ ഒരു ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് അവളുടെ പറയാം. ഉം. ദിബ്ലിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മകളായ ഗോമർ. ഉം. ദിബ്ലിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഈ പിന്നെ ഡബിൾ പോർഷൻ ഓഫ് ഫിഗ് എന്നാണ്. ഉം. അത്തിപ്പഴം. അത്തിപ്പഴത്തിൻ്റെ 2 പോർഷൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു കേക്ക്. ഉം. സാധാരണ കേക്കിന് അത്തിപ്പഴത്തിന് 1 പോർഷൻ മതി. ഓക്കെ. ഇത് ഡബിൾ ഡബിൾ പോർഷൻ എന്ന് പറഞ്ഞാൽ ഡബിൾ സ്വീറ്റാ. ഉം. ചില ആളുകളുടെ വർത്തമാനവും പെരുമാറ്റം എല്ലാം സ്വീറ്റാണ്. നമ്മൾ അവരോട് ഒരു 2 മിനിറ്റ് സംസാരിച്ചാൽ മതി, ഉം. നമ്മുടെ എല്ലാ പ്രോബ്ലം അങ്ങ് പോയെന്ന് തോന്നുന്നു. നമുക്ക് അത്ര സ്വീറ്റാണ് അവരുടെ പെരുമാറ്റം. ഉം. ഡിബ്ലിയൽ എന്ന് പറഞ്ഞാൽ സച്ച് എ സ്വീറ്റ് മാൻ, ഉം. സച്ച് എ സ്വീറ്റ് മാൻ. ഡിബ്ലിയലിന് ഒരു മോളുണ്ടായി. മോളുടെ പേരാണെന്ത്? ഗോമർ. ഗോമർ എന്ന്. ഡിബ്ലിയൽ മോളെ നോക്കിയപ്പം ഒരു കുറവുമില്ലാത്തൊരു കുഞ്ഞ്. ഉം. കുഞ്ഞ് ശരിക്കും എന്തെങ്കിലും ഒരു കുറ്റവും കുറവൊക്കെ അതെ. കാണാറുണ്ട് അല്ലേ? അത് പിന്നെ വളർന്നു വരുമ്പോൾ അങ്ങ് നോർമൽ ആകേണ്ടതാണ്. ഇത് ഈ കുഞ്ഞിനെ കണ്ടപ്പം എവിടെങ്കിലും ഒരു കുറവ് പറയാൻ കണ്ടു, ഒരു കുറവില്ല. ഉം. പെർഫെക്റ്റ് ടു ദ വെരി എൻഡ്, ഉം. അബ്സല്യൂട്ട്ലി ബ്ലെയിംലെസ്, Blameless. നോ ഫെയിലിയർ. ഈ അർത്ഥങ്ങൾ വരുന്ന ഒരു വാക്ക് പുള്ളി കണ്ടുപിടിച്ചു. അതാണ് ഗോമർ. ഉം. അപ്പോൾ ഗോമർ എത്രപ്പം അതാണ് ജനിച്ചപ്പോഴെങ്കിൽ ഒരു 10-16 വയസ്സായപ്പോഴത്തെ ഗോമർ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കൂ. അതെ, അതെ. ഇനി നമുക്ക് നമ്മുടെ മോഡേൺ സിറ്റുവേഷനിലാണെങ്കിൽ ഉം. ഈ ഗോമർ ഒരു 10-16 വയസ്സായപ്പോൾ ഗോമർ നിർബന്ധം നമുക്ക് നേഴ്സിങ്ങിന് പോകണമെന്ന്. ഉം. അപ്പം കോട്ടയത്തും പത്തനംതിട്ടയും ഒന്നും അഡ്മിഷൻ കിട്ടുന്നില്ല. ഉം. പിന്നെ എവിടെ പോകണം? ബാംഗ്ലൂരിൽ തന്നെ പോകണം. ഉം. അങ്ങനെ ഡബ്ല്യുആർ അച്ചായം വലിയ കാര്യത്തിൽ ഗോമറിനെ കൊണ്ട് ബാംഗ്ലൂരിലാക്കി. പക്ഷെ ബാംഗ്ലൂരിലായി കഴിഞ്ഞപ്പം ഉം. ഇവൾ അതീവ സുന്ദരിയായതുകൊണ്ട് ഉം. അവളുടെ പുറകെ വേറെ ഒത്തിരി ആൾക്കാരുണ്ടായി. ഒരു ദിവസം ഗോമർ അവരുടെ വായിച്ചെന്ന് വീഴും. ഉം. അങ്ങനെ തെറ്റായ വഴിയിൽ കൂടെ സഞ്ചരിച്ച് ഗോമർ ചെന്ന് വിട്ടത് ബ്രോതലിലാണ്. ഓക്കെ. അപ്പം അങ്ങനെ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം, നമ്മുടെ കാലഘട്ടമായിട്ടൊന്ന് കണക്ട് ചെയ്യണ്ടേ. ഉം. ഈ ഗോമറിനെ ഹോശയ കണ്ടുമുട്ടുന്നു. ഉം. ഇതാണ്
വേദപുസ്തകത്തിലെ രക്ഷ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓക്കെ. ഒരിക്കലും ദൈവസന്നിധിയിൽ വരാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിൽ. അത്രയും പാപത്തിന്റെ പടുകുഴിയിൽ വീണ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി രക്ഷകൻ, പവിത്രൻ, പാപമില്ലാത്തവൻ, നിർമ്മലനായവൻ, വിശുദ്ധനായവൻ ഇറങ്ങി വരിക. അവിടുന്ന് എങ്ങനെ രക്ഷിക്കാൻ കഴിയും? രക്ഷിക്കണമെങ്കിൽ അവളുടെ ഉടമസ്ഥന്മാർ ചോദിക്കുന്ന മുഴുവൻ കാശും കൊടുക്കണം. മുഴുവൻ കൊടുത്തെങ്കിലും രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇനിയും അതിൻ്റെ സ്പിരിച്വൽ കൊന്നോട്ടേഷൻ, യേശുക്രിസ്തു എന്ന രക്ഷകന് ഈ പാപിയെ രക്ഷിക്കണം. പാപിയെ രക്ഷിക്കണം. പാപിയെ രക്ഷിക്കാൻ എന്താ ഉള്ളത്? വലിയൊരു പാപപരിഹാരം. പാപത്തിന്റെ പരിഹാരമായി തൻ്റെ സ്വന്തം ചോര. അതിനൊക്കെ വലുതൊരാ കൊടുക്കാനില്ലല്ലോ. ഇല്ല. സ്വന്തം ചോര കൊടുത്ത് ഇവരെ വിലയ്ക്ക് വാങ്ങുന്നു. ഇങ്ങനെ നമ്മൾ ദൈവമക്കളാകുന്നത്, ദൈവഭവനത്തിൽ വരുന്നത്. അങ്ങനെ ഗോമറയും അവൾക്ക് വ്യഭിചാരത്തിലുണ്ടായ 2 പിള്ളേരെയും ഒക്കെ ആയിട്ട് കൊണ്ടുവരികയാണ്. അപ്പം ആത്മീയ ജീവിതം ആരംഭിച്ചു. ഈ ആത്മീയ ജീവിതത്തിൻ്റെ, ദൈവമായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത നമ്മൾ വിചാരിക്കും പോലെ അല്ല, മനുഷ്യർ വിചാരിക്കും പോലെ അത് ഫ്ലവർ ബെഡ് അല്ല. അത് ഫ്ലവർ ബെഡ് അല്ല. അതിനകത്ത് കുറേ പെയിൻസ് ഇൻവോൾവ്. അത് പ്രവാചകന്റെ ഭാഷ പറഞ്ഞാൽ അവിടുത്തെ ഡയറ്ററി സിസ്റ്റം ഒക്കെ ഡിഫറൻറ്റാ. ഭക്ഷണക്രമം. അപ്പം കഷ്ടതയാ, കുടിക്കാനുള്ള വെള്ളം കണ്ണുനീരാ. കഷ്ടത്തിന്റെ അപ്പവും കണ്ണുനീരിന്റെ ഞെരുക്കത്തിന്റെ വെള്ളവും. പ്രവാചകൻ പറയുന്ന കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളം മാത്രം തന്നാലും നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കത്തില്ല. കർത്താവ് കൂടെ ഉണ്ട്. കർത്താവ് കൂടെ ഉള്ളപ്പോഴെന്ത് ചെയ്യുന്നത്? കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ കണ്ണുനീരും കുടിക്കുന്നത് അല്ലേ? കർത്താവ് കൂടെയുള്ള ഒരു പ്രവാചകൻ പ്രവചിക്കുക. എന്താ പ്രവചിക്കുന്നത്? രാവിലെ ഞാൻ വിളിക്കുന്ന ഉത്തരം അറിയുന്നില്ല, രാത്രി വിളിക്കുന്ന അപ്പോഴും മൗനമില്ല, നീ എന്നെ മറന്നു കളഞ്ഞു. അപ്പം എൻ്റെ രാവും പകലും കണ്ണുനീര് എൻ്റെ ആഹാരമായി തീർന്നു. ബ്രേക്ക്ഫാസ്റ്റിന് കണ്ണുനീരാ, ലഞ്ചിന് വേറെ എന്തെങ്കിലും കാണുന്നത്, ലഞ്ച് സമയത്തും കണ്ണുനീരാ, ഡിന്നറിനും കണ്ണുനീരാ. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത, ആത്മീയ ജീവിതത്തിന്റെ പ്രത്യേകത. ഇസ്രായേൽ മക്കളുടെ മരുഭൂപ്രയാണത്തിന്റെ പ്രത്യേകതയും അതാ. മരുഭൂപ്രയാണം മുഴുവൻ കർത്താവ് കൂടുണ്ട്. കർത്താവ് കൂടുണ്ട്. പക്ഷെ കൂടെ എന്തുകൊണ്ട്? കഷ്ടതയും കണ്ണുനീരും കൂടുണ്ട്. ഗോമറിനെ സംബന്ധിച്ചോളം, ഗോമറില്ല മറ്റിടത്ത് ജീവിച്ചില്ലയോ? അവിടെ പൊറോട്ട ഇറച്ചിയൊക്കെ പൊതിഞ്ഞുകൊണ്ടാണല്ലോ കസ്റ്റമേഴ്സ് വരുന്നത്. നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ പൊതിഞ്ഞുകൊണ്ടായിരിക്കും കയറി വരുന്നത്, എനിക്കറിയത്തില്ല. പിന്നെ നല്ല കള്ളുകൂപ്പൊക്കെ മേടിച്ചോണ്ട് ഇതൊക്കെ തന്നെ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഗോമറിന് ഇവിടെ വന്നപ്പം ഗോമർ പറഞ്ഞു, ഓ എൻ്റെ ജാരന്മാര് എന്തെല്ലാം സമ്മാനം എനിക്ക് കൊണ്ടുത്തരുന്നേ. രാവിലെ വരുന്നവൻ ദോശയും മുട്ട, അല്ലെ അപ്പവും മുട്ട, ഉച്ചയാകുമ്പോഴത്തേക്ക് വരുന്നവൻ ബിരിയാണി, വൈകിട്ട് വരുന്നവൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈ, പിന്നെ നല്ല സാരി, സ്പ്രേ, ഇതെല്ലാം കൊണ്ടുവരുന്നത്. ഈ ഹോശയുടെ വീട്ടിൽ ഇതൊന്നും ഇല്ല. അവിടെ എല്ലാം കൺട്രോൾഡ് ഡയറ്റാ. ഗോമർ തീരുമാനിച്ചു,
ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. ഉം. നമുക്ക് പറഞ്ഞിട്ടില്ല. ഗോമർ എന്ത് ചെയ്യുന്നറിയാമോ? ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് തിരികെ പോയി. അപ്പോഴത്തേക്ക് ഗോമറിന് ഇവിടെ 2 മക്കളും ഉണ്ടായി. ഉം. ഉം. ഗോമർ തിരിച്ച് വന്ന വഴി പോകുന്നു. വന്നത്. നമ്മൾ ഈ 2 ആളുകളെ ഒരേ സമയത്ത് കാണണം. ഒന്ന് ദൈവത്തെ കാണണം, ആ. 2 ഹോശേയ എന്ന പ്രവാചകനെ കാണണം. ഉം. ഇതാ ദൈവം ഇപ്പം ഉം. സ്വന്തം പുത്രനെ വിട്ടുകൊടുത്തിട്ടും ഓക്കെ. പുത്രനിൽ കൂടെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്ക് കൂട്ടവകാശികളാക്കിയിട്ടും ഇപ്പോഴും ലോകത്തെ സ്നേഹിക്കാനാണ് ദൈവങ്ങൾക്ക് താല്പര്യം. തള്ളിക്കളഞ്ഞു പോയി. ഉം. ലോകസ്നേഹത്ത് കയറിയപ്പോൾ ദൈവത്തെ തള്ളിക്കളഞ്ഞ് തിരിച്ചുപോയി. ഇനി എന്തോ ചെയ്യണം? പിതാവ് പുത്രനോട് പറയാ, ഉം. യു ഗോ ബാക്ക് ടു ദ സെയിം വുമൺ. ഉം. നീ ചെന്നിട്ട് എന്ത് ചെയ്യണം? അവളെ അവരെ തിരികെ കൊണ്ടുവരണം. അവിടെയാണ് ഹോശേയയുടെ പ്രോബ്ലം. ഓക്കെ. ഹോശേയയുടെ പ്രോബ്ലം ആദ്യം പോകുമ്പോൾ ഹോശേയയുടെ മുഴുവൻ സ്വത്തും ഹോശേയയിലുണ്ട്. ഓക്കെ. ആ. അതുകൊണ്ട് കൊടുത്തവളെ വിലയ്ക്ക് വാങ്ങാൻ. ഉം. ഇനി 2ാമത് പോവുക. ഹോശേയയിൽ എന്തോ ഉള്ളത്? ഒന്നുമില്ല. ഉം. ഒന്നുമില്ല. നമ്മൾ ഹോശേയ 2-ാം അധ്യായത്തിലേക്ക് വരുന്നത് നമുക്ക് മനസ്സിലാകും. 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഞാൻ അവളുടെ സകല സന്തോഷവും ഉം. ഉത്സവങ്ങളും അമാവാസികളും ശബത്തുകളും അവളുടെ വിശേഷ ദിവസങ്ങളും എല്ലാം ഇല്ലാതെയാക്കും. ഉം. ഇത് എന്റെ ജാരന്മാർ എനിക്ക് തന്ന സമ്മാനങ്ങൾ എന്ന് അവൾ പറഞ്ഞ മുന്തിരിവള്ളികളെയും അത്തിവൃക്ഷങ്ങളെയും ഞാൻ നശിപ്പിച്ച് കാടാക്കും. ഉം. കാട്ടുമൃഗങ്ങൾ അവയെ തിന്നുകളയും. അവൾ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാണിച്ച് ഉം. കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെ അലങ്കരിച്ച് തന്റെ ജാരന്മാരെ പിന്തുടർന്നു എന്നെ മറന്നു കളഞ്ഞ നാളുകളെ ഞാൻ അവളോട് സന്ദർശിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. Now I'm going to visit her. Yeah. വിസിറ്റ് her എന്നതിൻ്റെ അർത്ഥം കാണാൻ പോകുന്നല്ല. Okay. നമ്മൾ നമ്മുടെ ആൾക്കാർ കാണാനൊക്കെ വരത്തില്ലയോ? സന്ദർശിക്കുക. അങ്ങനല്ല എൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം റിട്രിബ്യൂഷൻ അല്ലെങ്കിൽ കണക്ക് തീർക്കുന്ന. റിട്രിബ്യൂഷൻ അല്ലെങ്കിൽ കണക്ക് തീർക്കും, ന്യായവിധിക്കുമെന്നാണ്. ഇതിനു വേണ്ടി ഒന്ന്, അവളുടെ ജാരന്മാർ അവൾക്ക് തന്നതെന്ന് പറഞ്ഞ് അവള് കുറെ സംഗതികളൊക്കെ മേടിച്ചല്ലോ എന്നെ വിട്ട് കളഞ്ഞിട്ട്, അല്ലേ? അവിടെ ആ 11-ാം വാക്യത്തില് അവൾ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. കുണുക്കും. 2 ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. 2-ാമത്തേത് അതിനുശേഷം കാണിച്ച് കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെ അലങ്കരിച്ചു. 3 തന്റെ ജാരന്മാരെ പിന്തുടർന്ന് എന്നെ മറന്നു കളഞ്ഞ നാളുകളെ ഞാൻ അവളോട് സന്ദർശിക്കും. 3 കാര്യങ്ങളാണ്. ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി, കുണുക്കും ആഭരണങ്ങൾ കൊണ്ട് തന്നെ അലങ്കരിച്ചു, എന്നെ മറന്നു കളഞ്ഞു. ഈ 3 കാര്യങ്ങൾക്ക് ഞാൻ അവളോട് ന്യായം വിധിക്കാൻ പോവാ. പക്ഷെ ന്യായം വിധിക്കണമെങ്കിൽ അവളെ തനിക്ക് കിട്ടണം. കൊടുക്കാനൊന്നുമില്ല ഇപ്പം പറയാം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളുടെ കൃത്യമായി സംസാരിക്കും. ഇനി ഒറ്റ കാര്യം ബാക്കിയുള്ളൂ. ലവ്, വേർഡ്സ് ഓഫ് ലവ്, സ്വീറ്റ് വേർഡ്സ് ഓഫ് ലവ്, മധുരവചനങ്ങൾ. ദൈവത്തിന്റെ വചനമാണ്. നമ്മളെ വീണ്ടെടുത്ത ദൈവത്തിന്റെ വചനം കൊണ്ടാ, അല്ലേ? വചനം കൊണ്ടാ. I'm going to give her my word. അപ്പൊ ഈ വേർഡ് കൊണ്ട് ഞാൻ അവളെ ആകർഷിക്കും, ഞാൻ അവളെ വശീകരിക്കും. എന്ത് കൊടുത്ത്? എൻ്റെ വചനം കൊടുത്ത്.
എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ അവളെ മരുഭൂമിയിൽ കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നതല്ലാതെ ഉം. മറ്റൊന്നും ജീവിതത്തിൽ ലഭിക്കാത്ത അവസ്ഥയിൽ ഞാൻ അവളെ ആക്കും. ഉം. ഇസ്രായേലിന്റെ കാര്യത്തിൽ ദൈവം മുകളിൽ നിന്ന് കൊടുക്കുന്നതല്ലാതെ മറ്റൊന്ന്. വേറൊന്നും ലഭിക്കാത്ത അശൂരിലേക്ക് അവരെ കൊണ്ടുപോയി, ബാബിലോണിലേക്കും കൊണ്ടുപോയി. ഉം. നൂറ് ചൂടാന്നറിയാം അവിടെ. അടിമകളായിട്ട് കൊണ്ടുപോവുക. ഉം. കൊണ്ടുപോകുന്ന ആളെന്ന് പറഞ്ഞാൽ ക്രൂരന്മാരും ദുഷ്ടന്മാരുമാണ്. ദൈവം കൊടുത്തിട്ടല്ലാതൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കണ്ണുനീരോടെ ദൈവത്തിങ്കിലേക്ക് കരച്ചിലോടെ തിരിയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച മരുഭൂമിയിൽ കൊണ്ട്. എന്തിനാ മരുഭൂമിയിൽ കൊണ്ടെന്നറിയാമോ? കൊന്നുകളയാനല്ല, ഉം. ഹൃദ്യമായി സംസാരിക്കാൻ. ലെസൺ. ഉം. ജീവിതത്തിന്റെ അനുഭവം മരുഭൂമിയായി മാറിക്കഴിഞ്ഞാൽ, ദൈവം തന്നിട്ടല്ലാതെ നിന്റെ എക്സിസ്റ്റൻസ് ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദൈവത്തോട് കരയുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ദി ഹാർട്ട് ടു ഹാർട്ട് ടച്ച് ആൻഡ് ടോക്ക് ഓഫ് ഗോഡ്. ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവശബ്ദം. എന്നിട്ട് പറയാ, ഹൃദ്യമായി എന്താ പറയുന്നതെന്ന് അറിയാമോ? പറഞ്ഞതാ. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും. എവിടെ വെച്ച്? മരുഭൂമിയിൽ വെച്ച്. ഞാൻ അവൾക്ക് രണ്ട് മുന്തിരിത്തോട്ടങ്ങളെ പ്രോമിസസ് കൊടുക്കും. ഒന്ന്, ഞാൻ അവൾക്ക് ഞാൻ മുന്തിരിത്തോട്ടം അവൾക്ക് മുന്തിരിവള്ളികളെ കൊടുക്കും. മുന്തിരിവള്ളി ആത്മീയ അനുഭവങ്ങളെ കാണിക്കുന്നത്. മുന്തിരിച്ചാറ് കൊടുത്ത ഒരു നേരം കുടിച്ചു തീർക്കാം, പിന്നെയും ദാഹിക്കും, വിശക്കുമല്ലേ. പക്ഷെ മുന്തിരിത്തോട്ടാ കൊടുക്കുന്നെങ്കിലോ അതിന് രണ്ട് സിഗ്നിഫിക്കൻസാ. ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ്, എൻട്രി ഇൻ ടു എവർലാസ്റ്റിംഗ് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ എവർലാസ്റ്റിംഗ് ആത്മീയ അനുഗ്രഹത്തിലെ ആ ഫീൽഡിലേക്ക് ഞാൻ അവരെ വിടുക. സുവിശേഷ വേല എന്ന് പറയുന്ന കർത്താവിന്റെ മുന്തിരിത്തോട്ടം എന്നാണ്. എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഞാൻ അവളെ പ്രവേശിക്കും. The whole life she will be enjoying spiritual blessings. ഇനിയും അത് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ആണെങ്കിൽ, എർത്തലി ബ്ലെസ്സിങ്, അവിടെ ഞാൻ മുന്തിരിത്തോട്ടങ്ങളും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും തിരികെ കൊടുക്കും. എന്ന് പറയുമ്പം ആഖാൻ എന്നൊരു മനുഷ്യൻ ശബദാർഭങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് അവനെ താഴ്വരയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. വലിയ കൽക്കൂട് അവന്റെ മണ്ടയ്ക്ക് കൂട്ടിയിട്ടു. അത് ശാപമാണ്. പറയാ, എൻ്റെ പ്ലാൻ അവളെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോകാനാ. ഞാനും അവളും മാത്രമുള്ള, ഞാൻ കൊടുത്തിട്ടല്ലാതെ അവൾക്കൊന്നും ലഭിക്കത്തില്ലെന്നുള്ള തിരിച്ചറിവിൽ അവളെ കൊണ്ടുവരണം. എന്നിട്ട് അവിടെ വെച്ച് രണ്ട് പ്രോമിസസ് കൊടുക്കും. ഒന്ന്, മുന്തിരിത്തോട്ടം കൊടുക്കും, അത് പറഞ്ഞു കഴിഞ്ഞു. രണ്ട്, ആഖോർ താഴ്വര കഴിഞ്ഞ കാലങ്ങളിലെ ശാപങ്ങളെ കാണിക്കുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടത്തെയും നഷ്ടത്തെയും കാണിക്കുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിലെ തകർച്ചയെ കാണിക്കുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിലെ തകർച്ച മുഴുവനും ആഖോർ താഴ്വര പ്രത്യാശയുടെ വാതിലാക്കി തീർക്കും. ആഖോർ താഴ്വര നോക്കിയാൽ ഒരാശയ്ക്ക് വകയില്ല. ആഗോനെയും വീട്ടുകാരെ എറിഞ്ഞു വന്ന വലിയ കൽക്കൂനയാ. അവിടുന്ന് ഒരു പ്രത്യാശ ഉണ്ടാകത്തില്ല. കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളും തോൽവികളും നിന്ദയും അപമാനവും വീഴ്ചയും താഴ്ചയും അത് മുഴുവൻ ഞാൻ തിരികെ കൊടുക്കും. എന്തായിട്ട് തിരികെ കൊടുക്കും? പ്രത്യാശയുടെ താഴ്വരയായിട്ട്. പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവങ്ങൾ മുഴുവനും, പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവങ്ങൾ മുഴുവനും,
ദൈവശബ്ദം കേട്ട് മരുഭൂമിയിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ, ദൈവശബ്ദം കേട്ട് മരുഭൂമിയിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ കഴിഞ്ഞ കാലത്തെ ശാപം മുഴുവൻ പ്രത്യാശയായിട്ട് തിരിച്ചു കൊടുക്കും. അത് കണ്ടു കഴിയുമ്പം ഇവർ തമ്മിലുള്ള ബന്ധം മാറുക. അതെ. നീ എന്നെ ബാലി ഉടയവനെന്നല്ല, ഈശി ഭർത്താവ് എന്ന്. ഇശി ഭർത്താവ് എന്ന് വിളിക്കും. ഡിഫറൻസ് ഇതാണ്. യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് സ്ത്രീയുടെ ഉടമസ്ഥന മനുഷ്യൻ. മാൻ ഈസ് ദ ഓണർ അല്ലേ? ഒരു 10-25 പെണ്ണെ കെട്ടുന്നില്ലയോ? ഉടമസ്ഥാവകാശം അവന്റെ. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒറ്റയാളാ. അത് ഹാർട്ട് ടു ഹാർട്ട് ബന്ധമാണ്. ഇടയ്ക്ക് വേറൊരു പെണ്ണുപിള്ളിയില്ലെന്ന് ഈ 5 വട്ടം കെട്ടിക്കൊണ്ട് നടക്കുന്നവനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ ഒരു ഹാർട്ട് ടു ഹാർട്ട് ടാക്ക് ഉണ്ടാകുമോ? ഐ ഡോണ്ട് തിങ്ക് ഉണ്ടാകും തോന്നില്ല. ഇനിയും നിനക്ക് മനസ്സിലാകും, യു ആർ മൈ ഓൺലി വൺ വൈഫ്. യു ആർ മൈ only wife. I don't have any other wife. And you will be my only one husband. You are my only one wife. I'll be your only husband. അപ്പം നിനക്ക് കോൺഫിഡൻ്റ് ആയി എന്നെ എന്ത് വിളിക്കാം? ബാലി ഉടയവനെന്നല്ല, ഇശി ഭർത്താവ് എന്ന് വിളിക്കാം. ഇത് ദൈവവും തൻ്റെ ജനങ്ങളും തമ്മിലുള്ള ദീർഘമായ ബന്ധം എങ്ങനെയായിരിക്കും? ദൈവത്തെ വിട്ടുപോകുന്ന ജനത്തെപ്പറ്റി ദൈവത്തിൻ്റെ കണ്ണുനീര്, കരച്ചില്, അവരെ വീണ്ടെടുക്കുവാൻ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, വീണ്ടെടുപ്പ് മനസ്സിലാക്കി തിരിച്ചു വരുന്ന ജനത്തോട് ദൈവം എങ്ങനെ ഇടപെടുമെന്നുള്ളതാണ്. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് കഷ്ടങ്ങളേറുമ്പോൾ ആശ്വാസമേറുന്ന ക്രിസ്ത്യ ജീവിതം എന്നാണ്. കഷ്ടങ്ങളേറുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പാട്ടാണ്. കഷ്ടങ്ങളേറുമ്പോൾ ആശ്വാസമേറുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളെന്നുള്ളത്. കഷ്ടങ്ങളാ ക്രിസ്ത്യ ജീവിതം. ആ കഷ്ടങ്ങളാണ് ആശ്വാസത്തിലേക്ക് നയിക്കുന്നത്. ഈ ക്രിസ്ത്യ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ ഫ്രെയിമിൽ ഒതുക്കി കാണിക്കുന്ന വാക്കുകളാണ് ഈ ചുരുക്കുന്ന വാക്കുകൾ. ഇത്രയും നമുക്കിപ്പം നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷന്റെ സ്പേസിൽ വളരെ വ്യക്തമായ ഒരു സബ്ജക്റ്റ്, വളരെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു ഉത്തരവാണ് സാറ് നൽകിയത്. താങ്ക് യു വൺസ് അഗൈൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. സ്വർഗത്തിൽ ദൈവം സംസാരിച്ച ഭാഷ ഏതാണ്? ആദാമിനോടും ഹവ്വയോടും സംസാരിച്ച ഭാഷ ഏതാണ്? പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവാം ദൈവം സംസാരിച്ച ഭാഷ ഏതാണ്? എബ്രായ ഭാഷയാണ്. നമുക്ക് ഈ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് മാത്രമേ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റത്തുള്ളൂ. ഒരു ഇമാജിനേഷൻ്റെ ബേസിൽ ആൻസർ പറയാൻ പറ്റത്തില്ല. അപ്പം ഏതൊരു സംഗതിയുടെ എവിഡൻസ് എന്ന് പറയുമ്പം ഒന്ന്, അതിനൊരു ഡോക്യുമെന്റൽ എവിഡൻസ് ഉണ്ടോ, അതെവിടെയെങ്കിലും ഇന്നതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ, ഡോക്യുമെന്റ്സ്. 2, ഒരു വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ, ഞാൻ കണ്ട ഒരു ഇന്ന ഭാഷ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ, വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ. 3, ഒരു സിറ്റുവേഷണൽ എവിഡൻസ് ഉണ്ടോ, ഇതാണ് സാഹചര്യമെങ്കിൽ ഇങ്ങനെയായിരിക്കും സംഭവിച്ചത്. ഇപ്പം വടശ്ശേരിക്ക് ഒരു സ്ഥലമുണ്ട് ഗാന്ധിക്കടുത്ത്. അവിടെ ഒരു കുറ്റം നടന്നു. ഒരാള് ഒരുത്തനെ ഒരു കത്തിയും കൊണ്ട് ഓടിക്കുന്നു. ഇവൻ ഓടിച്ചതൊരു വീടിനകത്ത് കയറുന്നു. മറ്റവനും പുറകെ വരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ പുറകെ ഓടിയവർ ഇറങ്ങി വരുന്നു. ആൾക്കാർ നോക്കിയപ്പം ഇവൻ അതിനകത്ത് കുത്തുകൊണ്ട് ചത്ത് കിടക്കുന്നു. അപ്പം ആരും കണ്ടില്ല ഇവൻ കുത്തുന്നത്. ഒരു വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റും ഇല്ല, ആരും കണ്ടിട്ടില്ല.
ഒരു ഡോക്യുമെന്റിൽ എവിഡൻസും ഇല്ല, ആരും എഴുതി വെച്ചിട്ടില്ല. അതെ അതെ. പക്ഷെ ആ സിറ്റുവേഷൻ ഉം, ഇവനാണ് കൊലയാളി. ഉം, ഇനിയും നാലാമത്തേത് ഈ ക്യുമുലേറ്റീവ് എവിഡൻസ് എന്നാണ്. ഒന്നിന് collective. പുറകെ ഒന്നായി സംഭവങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പം ഇത് ചെന്നെത്തും. അതിന് ക്യുമുലേറ്റീവ് എവിഡൻസ് എന്ന് പറയും. ഉം, അപ്പം ഈ 4 എവിഡൻസിൽ ഒരെണ്ണം വേണം ഉം, ഒരു കാര്യം പ്രൂവ് ചെയ്യണമെങ്കിൽ ഉം, കോടതിയുടെ മുമ്പിൽ. ഈ വിശുദ്ധ വേദപുസ്തകത്തെ പഴയ നിയമം, പുതിയ നിയമം, നിയമപുസ്തകമാണ്. ഉം, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ കഴിയാത്തൊന്നും ഇതിനകത്തില്ല. ഉം, ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒന്നെങ്കിലും എടുത്ത് പ്രൂവ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ അത് വിശ്വസിച്ച്. യു ഡോണ്ട് ഹാവ് ടു ബിലീവ് ഇറ്റ്. ഉം, ഇപ്പം ഇവിടെ നമുക്ക് വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് ഇല്ല. ഉം, സ്വർഗത്തിൽ ദൈവം ഏതെങ്കിലും ഭാഷ അതെ. പറയുന്നിട്ട് ഒരാൾ കേട്ടതായിട്ട് ആ ഭാഷയെ പറ്റി വിറ്റ്നസ് ആരും സ്റ്റേറ്റ്മെന്റ്, ഏത് ഭാഷ പറഞ്ഞെന്നുള്ളത്. ഉം, ഇനി നമുക്ക് ഡോക്യുമെന്റൽ എവിഡൻസ്, നമുക്ക് ഡോക്യുമെന്റൽ എവിഡൻസ് നമ്മൾ എടുക്കാൻ പോയാൽ സ്വർഗത്തിൽ നിന്ന് ഒരാളോട് സംസാരിച്ച് എഴുതാൻ പറയുന്നു. ഉം, അത് അയാൾ എഴുതിയെടുക്കുന്നു. ഉം. അങ്ങനെ ഒരു ബുക്കുള്ളത് വെളിപ്പാട് പുസ്തകമാണ്. ഓക്കെ. അതെ. ആ വെളിപ്പാട് പുസ്തകത്തിന്റെ അതിനകത്തെ കൊട്ടേഷൻസ് ഉണ്ടല്ലോ, കൊട്ടേഷൻസ് ആൾക്കാർ പറയുന്നത് കോട്ട് ചെയ്യുന്നത്. ഓക്കെ. ഫസ്റ്റ് പേഴ്സൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്, ഫസ്റ്റ് പേഴ്സൺ സ്റ്റേറ്റ്മെന്റ്. ഈ ഫസ്റ്റ് പേഴ്സൺ സ്റ്റേറ്റ്മെന്റ് മുഴുവൻ ഹീബ്രുവാണ്. ഓക്കെ. ഉദാഹരണം, യോഹന്നാനെ, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. അവിടെ ഈ അലപ്പും ഓമയ്ക്കും ഒന്നും ഇല്ലെന്നേ, അത് ഗ്രീക്കുകാർ എഴുതി വെച്ചതാണ്. എഴുതിയ ഭാഷയിൽ അനി അലഫ് വ താവു, അനി അലഫ് വ താവു എന്ന് പറയുമ്പോൾ ഹീബ്രുവ അല്ലേ? ആ പുസ്തകം മുഴുവൻ നമ്മൾ വായിച്ചാൽ ഭാഷ ഹീബ്രു ആണ് എന്നുള്ളൊരു വിറ്റ്നസ്, ഒരു ഡോക്യുമെന്റൽ എവിഡൻസ് ഉണ്ട്. ഡോക്യുമെന്റൽ എവിഡൻസ് ഉണ്ട്. ഇങ്ങനെ സ്വർഗത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെയും വെളിപ്പാട് പുസ്തകത്തിലെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചാൽ ഹീബ്രു ആണ് സംസാരിച്ചെന്ന് വിശ്വസിക്കാൻ നമുക്ക് തെളിവുണ്ട്. പിന്നെ സ്വർഗത്തിൽ ഏത് ഭാഷ സംസാരിച്ചെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്മെറ്റീരിയലാണ്. ഏത് ഭാഷ സംസാരിച്ചെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളെ ബാധിക്കുന്ന ഒരു ഘടകമല്ല. ചില കാര്യങ്ങൾ ബാധകമാണ് താനും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ സംസാരിച്ചു എന്നുള്ളൊരു തെളിവുണ്ട്. വരുവീൻ, നാം ഇറങ്ങിച്ചെന്ന് നമ്മുടെ സാദൃശ്യം സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുമെന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ 100% ഹീബ്രുവാണ്. സൽമനു കിഡ് മുട്ടനു എന്നൊക്കെ പറയുന്നത് ഹീബ്രുവിൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന വാക്കുകളാണ്. വേറെ ഒരു ഭാഷയിലും പോയി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. 2, ആദാമിനോടും ഹവ്വായോടും സംസാരിച്ചോ? ദൈവം ദൂതന്മാരോട് സംസാരിച്ചു. ആദാമിനോടും ഹവ്വായോടും സംസാരിച്ചോ? തീർച്ചയായിട്ടും സംസാരിച്ചു, അല്ലേ? ഇനിയും അതിനുശേഷം എന്തുകൊണ്ടിന്ന് പുറത്തിറങ്ങി വേറൊരു ഭാഷ ഉണ്ടാക്കി സംസാരിക്കാൻ ആദാമിനും ഹവ്വായ്ക്കും യാതൊരു സാധ്യതയില്ല. ഏന്തോട്ടത്തിൽ അവർ കേട്ട ഭാഷയും അവിടെ ആദാമിന്റെ മുമ്പിൽ സകല ജീവികളെ കൊണ്ടുവരിക. ആദാമയ്ക്ക് പേരിട്ട് ഏത് ഭാഷയിൽ? ഹീബ്രു ഭാഷയിൽ. എന്തോ തെളിവ്? ഇപ്പോഴും ഹീബ്രുവിൽ ആ വേർക്ക് തന്നെയാണ്. ആദാം വിട്ട വാക്ക് തന്നെയാണല്ലോ ഇപ്പോഴും ഹീബ്രുവില്, അല്ലേ?
ആദാമിന്റെ മുമ്പിൽ പട്ടി വാലാട്ടിക്കൊണ്ട് വരുന്നു. അതിന്റെ കലവ് എന്നാ പേരിട്ടത്, കലവ്. ഇപ്പോഴും യഹൂദ ഭാഷയിൽ കലവ് എന്ന് പറഞ്ഞാൽ പട്ടി എന്നാ. സകല മൃഗങ്ങളെയും കൂട്ടി ഒറ്റ വേർഡിട്ടു, ബഹിമ. ഇപ്പോഴും ആനിമൽസ് എന്നുള്ള വേർഡിന്റെ ഹീബ്രുവിൽ ബഹിമ എന്നാ. അപ്പൊ ആ വേർഡ് ഇവിടുന്ന് അന്വേഷിച്ച് പോയാൽ നമ്മൾ ലാസ്റ്റ് ചെല്ലുന്ന ആദാമിന്റെ അടുത്ത. ആദാമിന് ഈ വാക്ക് എവിടുന്ന് കിട്ടിയതാ? ദൈവം ആദാമിന്റെ മനസ്സിൽ ലാംഗ്വേജ് സിസ്റ്റം ദൈവം എന്ത് ചെയ്തു? അതിനെപ്പറ്റി ഒരു ഖൈം ഷോർ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പറഞ്ഞ ഒരു സെന്റൻസ് ഞാൻ മറന്നുപോയി. പ്രോഗ്രാം ചെയ്തു വെച്ചു. ഗോഡ് പ്രോഗ്രാംഡ് എ ലാംഗ്വേജ് ഇൻ ഹ്യൂമൻസ് ഹാർട്ട് ബിഫോർ ഗോഡ് ക്രിയേറ്റഡ് ഹിം എന്ന. ഈ മൺരൂപത്തിൽ മനുഷ്യനെ കൊണ്ടുവന്നതിന് മുമ്പേ അവന്റെ മൈൻഡ് സെറ്റിൽ ദൈവം പ്രോഗ്രാം ചെയ്തു വെച്ചൊരു ലാംഗ്വേജ്. അതാണ് ഹീബ്രു ലാംഗ്വേജ്. എൻ്റെ അഭിപ്രായമല്ല, ഖൈം ഷോർ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ ഞാൻ കോട്ട് ചെയ്യുന്നത്. അപ്പം അത് ഹീബ്രു ലാംഗ്വേജ് ആയിരുന്നു. ഇതിന് നമുക്ക് വിശ്വസിക്കാൻ സഫീഷ്യൻ്റായ തെളിവുകളുണ്ട്. ഇനിയും ചിലർ പറയും ഏൻഷ്യൻ ഹീബ്രുവിൽ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കല്ല് മറിച്ച് നോക്കി, കല്ലിൻ്റെ അടിയിൽ ഹീബ്രു കണ്ടില്ല. ചേട്ടാ, ദൈവത്തിന് സംബന്ധിച്ച ഭാഷയെന്ന് പറയുകയാണെങ്കിൽ കല്ല് മറിച്ചാൽ നോക്കേണ്ടത്, ദൈവത്തിന്റെ വചനത്തില്ലേ നോക്കേണ്ടത്. ദൈവത്തിന്റെ വചനത്തിൽ നോക്കാതെ വല്ല കല്ലും മറിച്ചാൽ നോക്കിയാൽ നീ ഇങ്ങനെ പലതും കാണും. അതിനെപ്പറ്റി നമുക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. So we have sufficient evidence to believe that. That's all, ma'am. ഓക്കെ. താങ്ക് യു വെരി മച്ച് സർ. ഈ സെഷൻ ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു. തുടർന്ന് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. May God bless you. Thank you once again.